ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ കൂടെ ഉള്ള വീഡിയോ ആയ ഇത്. പക്ഷേ ഞാൻ അടുത്ത ദിവസത്തേക്കായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ കാര്യങ്ങളെപ്പറ്റി, അതായത് പഴയ പണ്ടുണ്ടായ സംഭവങ്ങളുണ്ടല്ലോ, നമുക്ക് പണ്ട് ലൈഫിൽ മറക്കാൻ പറ്റാതെ ഉണ്ടായ നിമിഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിഷമങ്ങളെപ്പറ്റി നമ്മൾ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. അയ്യോ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, വേറെ ആൾക്കാരെ നോക്ക്, അവരെത്ര നന്നായിട്ട് ജീവിക്കുന്നു. നമ്മൾ പുറത്തൂടെ നോക്കുമ്പോഴും പുറത്തൂടെ ഇപ്പം നടന്നു പോകുമ്പോൾ, സപ്പോസ് പുറത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, കാണുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ, ഓ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. നിങ്ങൾ പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാൻ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിലെ നല്ല മൊമെൻറ്റ്സ്, അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായി കാണുമല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കുക. അല്ലെങ്കിൽ നല്ല 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 പാട്ടുകളുണ്ടല്ലോ, ഫോണിലിട്ട് കാണുമോ ടി വിയിലിട്ട് കാണുമോ ചെയ്യുക. മനസ്സിനെ അന്നേരം തന്നെ ചേഞ്ച് ആക്കാൻ നോക്കുക. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ അന്നത്തെ ഡേ തന്നെ പോയി കിട്ടും. അതിലും നല്ലതല്ലേ ഇത്. അപ്പം ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ശ്രമിക്കാത്തവരുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കാണും, ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിലെ നല്ല നല്ല കാര്യത്തിനെപ്പറ്റി ചിന്തിക്കുക. വെറുതെ ഇങ്ങനെ നമ്മുടെ ദിവസം കളയുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരാതിരിക്കത്തില്ല. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി കേട്ടോ, പുള്ളിക്കാരിയെ പറഞ്ഞു തന്നത്. എൻ്റെ ലൈഫ് ഇച്ചിരി ചേഞ്ച് ആയി തുടങ്ങി ഇങ്ങനെ ചെയ്ത്. നേരത്തെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സെയിം കാറ്റഗറിയിൽപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ എനിക്കിപ്പം നല്ല ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.